ഒരു ബസ്സിന് 55 രൂപ റേറ്റിൽ ബസ് ഞങ്ങൾ സർക്കാരിന് വാടകയ്ക്ക് കൊടുക്കാമെന്ന് 16,000 രൂപ തന്നാൽ ജോലിക്കാരുടെ ചെലവ് ഉൾപ്പെടെ ശമ്പളം ഉൾപ്പെടെ വണ്ടിയുടെ മെയിൻ്റനൻസ് ഡീസൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. അതിന് മുകളിൽ വരുന്ന കളക്ഷൻ സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ സർക്കാരിൽ ആദ്യം വെച്ച പ്രപ്പോസൽ ഗവൺമെൻറ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും, അതായത് ഇപ്പോൾ ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത് വെറും 15-20% താഴെയാണ്. KSRTCയുടെ കണക്കനുസരിച്ച് പോലും നേരത്തെ KSRTCയിൽ 7 ലക്ഷം വനിതകൾ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് 12 ലക്ഷം 15 ലക്ഷം വരെ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് കിട്ടുന്നു? 3.5 കോടി ജനങ്ങളിൽ ഏതാണ്ട് 1,60,00,000 പേരും സ്ത്രീകളാണ്. അപ്പോൾ മുഴുവൻ സ്ത്രീകൾക്കും, ബസ്സിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ സ്ത്രീകൾക്കും ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നതിനായി ഞങ്ങൾ വെച്ച പ്രപ്പോസൽ ഒരു ബസ്സിന് 1 കിലോമീറ്ററിന് 55 രൂപ റേറ്റിൽ ബസ് ഞങ്ങൾ സർക്കാരിന് വാടകയ്ക്ക് കൊടുക്കാമെന്ന്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന KSRTCക്ക് ഒരു ദിവസം 5 കോടി രൂപ സർക്കാർ കൊടുക്കുകയാണ് ഒരു ദിവസം. അപ്പോൾ 3000 ഓർഡിനറി ബസ്സുകളാണെങ്കിൽ അതിന് ഏതാണ്ട് 14,000 രൂപ വെച്ച് ഒരു ദിവസം സർക്കാർ അങ്ങോട്ട് കൊടുക്കുക. പിന്നെ ഓടുന്ന കാശും കൂടെ അതിൻ്റെ മേളിൽ വരും. അതായത് ഏതാണ്ട് 25,000 മുതൽ 30,000 രൂപ വരെ ഒരു ബസ്സിന് സർക്കാരിന് ചിലവാണ്. എന്നിട്ടും അത് ബ്രേക്ക് ഈവൻ ആവുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് 300 കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിക്ക് 16,000 രൂപ തന്നാൽ ജോലിക്കാരുടെ ചെലവ് ഉൾപ്പെടെ ശമ്പളം ഉൾപ്പെടെ വണ്ടിയുടെ മെയിൻ്റനൻസ് ഡീസൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. അതിന് മുകളിൽ വരുന്ന കളക്ഷൻ സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് ഞങ്ങൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് അത് അംഗീകരിക്കുകയാണെങ്കിൽ 100% ആത്മാർത്ഥമായി ഞങ്ങൾ അതിനെ സ്വീകരിക്കും.